ഓ മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. സോ വഴി അറിയാം നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന്. ഗൈസ്, അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് മൂന്നാറാണേ. അപ്പോൾ നമ്മുടെ ബസ് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. ഇഡ്ഡലിയും സാമ്പാറുമാണ് കഴിച്ചത്. ആ ടൈമിൽ ദോശയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് കഴിച്ചു. ഇഡ്ഡലി സാമ്പാർ കഴിച്ചു. 7 മണി 7:30 വരേണ്ട ബസ് വന്നപ്പോൾ 9 മണിയായി. നല്ലോണം ലേറ്റായി. ആ ദിവസം നല്ല മഴ ആയതുകൊണ്ട് ബസ് വരാനായിട്ട് ലേറ്റായി. അപ്പോൾ നമ്മൾ മൂന്നാർ 12 മണിക്ക് എത്തേണ്ടിയിരുന്നു. നമ്മൾ 2 മണി കഴിഞ്ഞ് എത്തിയപ്പം. അപ്പോൾ ലഞ്ചൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ പെട്ടെന്ന് കഴിച്ചു. ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചതെന്നൊക്കെ. കാരണം അടുത്ത ബസ്സിനുള്ള ടൈം എടുക്കാറായി. കാരണം നമ്മുടെ രാവിലത്തെ ബസ് ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഡബിൾ ഡെക്കർ ബസ്സിലാണ് ഓരോ സ്പോട്ടിലും പോകാൻ പോകുന്നത്. നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മണ്ടയ്ക്ക് കിട്ടി. മണ്ടയ്ക്ക് നല്ല രസമായിരുന്നു. നല്ലോണം വ്യൂ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുമായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥലവും നമ്മൾ കണ്ട് പോവാം. അവരിടയ്ക്ക് വെച്ച് നിർത്തിത്തരും. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് കുറച്ച് ടൈമൊക്കെ അവർ നിർത്തിത്തരും. നല്ല രസമായിരുന്നു. നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ബസ്സിലൊക്കെ പോകാൻ നല്ല രസമാണ്. കാരണം മണ്ടയ്ക്കും ഇങ്ങനെ ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്കൈ ഒക്കെ കണ്ട് നല്ലോണം ഇങ്ങനെ പോവാം. ഫസ്റ്റ് ഡേ നമ്മൾ കോടമഞ്ഞൊക്കെ ഇങ്ങനെ ദൂരെയാണ്. പക്ഷേ സെക്കൻഡ് ഡേ നമ്മൾ പോയിടത്തൊക്കെ നല്ല കോടമഞ്ഞായിരുന്നു. സെക്കൻഡ് ഡേ നമ്മൾ പക്ഷേ പോയത് ഡബിൾ ഡെക്കർ ബസ്സിലല്ല, സാധാരണ നമ്മുടെ ഓർഡിനറി KSRTC ബസ്സിലാണ് പോയത്. നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തത് ഓൺലൈനിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ തേയിലത്തോട്ടമൊക്കെ കണ്ട് അവരിടയ്ക്കൊക്കെ നിർത്തി തരും. അപ്പോൾ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. പിന്നെ നല്ല മഴയൊക്കെ ഉണ്ട്. നമ്മൾ എവിടെ കറങ്ങാൻ പോയാലും ആ ദിവസം അവിടെ മഴ കാണും. ഇത്രയും നാളും അവിടെ മഴ പോലും പെയ്തിട്ടില്ല. നമ്മൾ പോകുമ്പോൾ അവിടെ മഴ പെയ്യും. അങ്ങനെയാണ് ആ പ്രത്യേകത. അപ്പം ആദ്യത്തെ ദിവസം ചെറിയ തണുപ്പേ ഉള്ളായിരുന്നു. രണ്ടാമത്തെ ദിവസം നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ലോണം കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിഗ്നലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ഇടയ്ക്ക് ഇവിടെ ചായയൊക്കെ കുടിക്കാനായിട്ട് നിർത്തി. അപ്പോൾ ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചത് കഴിച്ചു. പിന്നെ ഇതേ നമ്മൾ ഈ വാട്ടർഫോളൊക്കെ ഇങ്ങനെ കണ്ട് നല്ല രസമായിരുന്നു. ആ ടൈം അവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ അത്രയേ ഉള്ളായിരുന്നു. ഇങ്ങനെ കുറേ നമ്മൾ തേയിലത്തോട്ടമൊക്കെ കാണും, കുറച്ച് വാട്ടർഫോളൊക്കെ കണ്ട് നമ്മൾ മടങ്ങി. പിന്നെ ഈ മണ്ടയ്ക്ക് ഈ ട്രാൻസ്പെയറൻറ്റ് ഗ്ലാസ്സിൽ ഇങ്ങനെ ഈ റെയിൻ ഡ്രോപ്സ് ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു. രാത്രി ലൈറ്റൊക്കെ ഇട്ടപ്പോൾ അടിപൊളിയായിരുന്നു. പാട്ടൊക്കെ അവർ അടിപൊളി വെച്ച് തരും. ഇപ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത് പോകാം. ഇതതേണ്ട കോടമഞ്ഞ്. ഇതൊക്കെ ഒന്നുമില്ല. സെക്കൻഡ് ഡേ ആയിരുന്നു. നമ്മുടെ അടുത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ തുറന്നിങ്ങനെ ഊതിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പുകയൊക്കെ പോകുമായിരുന്നു. എന്നിട്ട് നമ്മൾ രാത്രി റൂം എടുക്കാനായിട്ട് വന്നു. നമുക്ക് രാവിലെ റൂം എടുത്ത് ലഗേജ് വെച്ചിട്ട് നമ്മൾ ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ പോകേണ്ടിയായിരുന്നു. പക്ഷെ നമ്മുടെ ബസ് രാവിലെ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ റൂം രാത്രി വന്നിട്ടാണ് എടുത്തത്. ഒരു നൈറ്റിന് വേണ്ടിയാണ് നമ്മൾ റൂം എടുത്തത്. എന്നാൽ നല്ല റൂമായിരുന്നു. ഇത് ഞാൻ രാവിലെ നമ്മൾ റെഡിയായിട്ട് അടുത്ത ദിവസം രാവിലെ റെഡിയായിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. രാത്രി വന്നപ്പോൾ ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. നമ്മൾ വീഡിയോ എടുത്തില്ല. രാവിലെ എണീറ്റപ്പോഴാണ് വീഡിയോ എടുത്ത്. ഒരു ചെറിയ ബാൽക്കണിയൊക്കെ ഉണ്ടായിരുന്നു. ബാൽക്കണിയിലൊന്നും ഇരിക്കാൻ ടൈം കിട്ടിയില്ല. നമ്മൾ രാത്രിയാണല്ലോ വന്നത്. അപ്പോൾ ചെറിയൊരു ബാൽക്കണി ഉണ്ടായിരുന്നു. നല്ല റൂമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ റൂമിൻ്റെ കാര്യമില്ലായിരുന്നു ഒരു നൈറ്റിന് വേണ്ടി. നല്ല റൂമായിരുന്നു. TV ഒന്നും നമ്മൾ വെച്ചത് പോലും ഇല്ലായിരുന്നു. പൂപ്പട എന്നാണ് തോന്നുന്നത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇപ്പം മൂന്നാറിൽ അവിടെ ആണ് നമ്മൾ റൂം എടുത്തത്. KSRTC സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് എടുത്തത്. കാരണം നമ്മൾ പോകുന്നത് ബസ്സിലായതുകൊണ്ട് അതിൻ്റെ അടുത്ത് വേണമല്ലോ റൂം എടുക്കേണ്ടത്. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ നമ്മൾ പോയതാണ്. അപ്പോഴും നമ്മൾ കുറേ തേയിലത്തോട്ടത്തിലൊക്കെയാണ് പോയത്. പിന്നെ അല്ലാതെ ഒരു ഗാർഡനിൽ നമ്മൾ പോയി. ഗാർഡനിലൊക്കെ നമ്മളിന്നും പോകുന്നത് കൊണ്ട് പിന്നെ നമ്മൾ അവിടെ അകത്തെ തന്നെ ഒരു ഷോപ്പിൽ കയറി ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു. അവിടെ ഒത്തിരി പട്ട് സാരി, കേരള സാരീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാഗ്, സ്പൈസസ്, കുറേ ചോക്ലേറ്റ് ഉണ്ട്. പല കളർ, ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, പിന്നെ പിങ്ക് കളർ ചോക്ലേറ്റ്, അങ്ങനെ പല ടൈപ്പ് കളറുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു. ഗ്രീൻ കളർ ചോക്ലേറ്റ്സ് കണ്ടു. അതിനകത്ത് തന്നെ കണ്ട കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. അതിനകത്ത് നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ അകത്ത് അലൗഡ് ആണോ എന്നറിയത്തില്ല. അപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ വെളിയിൽ നിന്ന് വീഡിയോ എടുത്തു. പിന്നെ മൂന്നാർ പോയി എന്നറിയാൻ വേണ്ടി നമുക്കിങ്ങനെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ മൂന്നാറെന്ന് എഴുതിയിട്ടുള്ള കുട്ടി സാധനങ്ങൾ, എന്തെങ്കിലും ഗിഫ്റ്റ്സൊക്കെ കൊടുക്കാനായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ്ട് ഈ നെറ്റിപ്പട്ടം നമുക്ക് ഈ കാറയിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതാണ് ചോക്ലേറ്റ് ഫാക്ടറി. പിന്നെ ഇതേ ഒരു ഡാമിൽ പോയി. ഇതിൻ്റെ പേരൊക്കെ മറന്നുപോയി. കാരണം പോയിട്ട് കുറേ ദിവസമായി. എന്നിട്ട് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തൊക്കെ ഇടാനായിട്ട് നമുക്ക് സമയം കിട്ടിയത്.
അപ്പോൾ മൂന്നാറിൻ്റെ തണുപ്പിൽ ഇതേ നമ്മൾ ചൂട് ചോറും കറികളും ഒക്കെയാണ്, അച്ചാറും ഓലനും ക്യാബേജ് തോരനും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബസ് പോകത്തില്ല, ഒരു ഊട് വഴി കൂടെ നമ്മൾ ജീപ്പിലാണ് പോയത് നമ്മുടെ ലാസ്റ്റ് സ്പോട്ടിലേക്ക്, ഒരു ഗാർഡനിൽ. ഇവിടെയും പോയപ്പോൾ നല്ല മഴയാണ്, വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ് മഴ. ഇടയ്ക്ക് കൂടിയും കുറഞ്ഞും ഒക്കെ നിന്നും. അങ്ങനെ ഒത്തിരി നമ്മൾ കാണാത്ത ടൈപ്പ് കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അമ്മമാരെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ പക്ഷെ മഴ ആയതുകൊണ്ട് ഏതായാലും അവിടെ കുറേ നേരം ഒന്നും നിൽക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അമ്മ അറിഞ്ഞതെന്ന് അറിയത്തില്ല, കറക്റ്റ് അമ്മ റെഡ് ചുരിദാറിട്ട് ആ ദിവസം ഫുള്ള് റെഡായിരുന്നു. സ്ട്രോബെറി ഉണ്ടായിരുന്നു, പിന്നെ ഇതുപോലെ ഇതിൻ്റെ പേരെന്ത്, ഈ ചെടിയുടെ പേരെന്താണെന്ന് അറിയത്തില്ല, ഫുള്ള് ഇവിടെ എൻ്റെ റെഡ് കളർ. പിന്നെ അമ്മയെ നിർത്തിച്ച് അവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഹണിയുടെ ഒരു ഫാക്ടറിയാണ്, ഒരു സാധനം ഉണ്ടായിരുന്നു അവിടെ, കുഞ്ഞൊരു ഷോപ്പൊക്കെ പോലെ. പിന്നെ ഫ്രീ വിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗാർഡനിൽ കണ്ട ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര മഴയായതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ കയറി ചുമ്മാ കണ്ടു. സാധനങ്ങളൊന്നും അങ്ങനെയൊന്നും മേടിച്ചില്ല. നമ്മൾ സ്ട്രോബെറി മേടിച്ചു. നമ്മൾ അവിടെ നിന്നപ്പോൾ ഒരു പുള്ളിക്കാരി വന്നിട്ട് സ്ട്രോബെറി വേണമെന്ന് ചോദിച്ചു. നമുക്ക് സ്ട്രോബെറിയൊക്കെ മേടിക്കാനായിട്ട് ചേട്ടൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഗാർഡനിൽ കണ്ട ചെടികളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നിൽക്കുമായിരുന്നു. മഴയാണല്ലോ, ടൈം പോകണമല്ലോ എന്ന് വെച്ചിട്ട് ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. മേടിച്ചില്ല, കാരണം ചെടി മേടിക്കാൻ എങ്ങനെയാണ്, ബസ്സല്ല നമ്മൾ പോകുന്നത്, തിരിച്ചും എല്ലാം ഫുള്ള് KSRTC ബസ്സിലായിരുന്നു. സത്യം പറഞ്ഞാൽ കാറിലൊക്കെ നമ്മൾ തന്നെ പോകുന്നതാണ് നല്ലത്. ഈ ബസ്സല്ലേ, പിന്നെ അതിൻ്റെ ടൈം അനുസരിച്ച് നമ്മൾ ഓടേണ്ടി വരും. പിന്നെ അത് ഞാൻ ഫ്രഷ് സ്ട്രോബെറി കഴിച്ചുകൊണ്ടിരിക്കുക, നല്ല സൂപ്പർ സ്ട്രോബെറി. ഇത്രയും ഫ്രഷ് സ്ട്രോബെറി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്പോട്ട്, ആലിബാബ ആൻഡ് 41 ഡിഷസ്. ആലിബാബ ആൻഡ് 41 കള്ളന്മാരല്ല, ഇവിടെ 41 ഡിഷസ് ആണ്. അപ്പോൾ നമ്മൾ രാത്രി ഫുഡ് കഴിച്ച് ബസ് കാത്തിരിക്കുകയാണ്. നമ്മുടെ KSRTCയിലൊരു ക്യൂട്ട് ഡോഗിനെ നമ്മൾ വെച്ച് കണ്ടായിരുന്നു. നമ്മൾ തലേ ദിവസം രാവിലെ അവിടെ വെച്ച് കണ്ടായിരുന്നു, ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബായ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ബൈ.